സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരുമെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇന്ന് 2 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്, 5 ജില്ലകളിൽ യെല്ലോ അലർട്ട്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്കാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചത്. എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് മാനസ ചേരുന്നുണ്ട്. മാനസ, എന്തൊക്കെയാണ് മറ്റു മഴ മുന്നറിയിപ്പുകൾ? കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നോട്ട് വെക്കുന്നത് എന്തൊക്കെ? വർഷ, ഏറ്റവും ഒടുവിൽ വന്ന കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് പ്രകാരം സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് അറിയിക്കുന്നത്. ഇന്ന് 2 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് 5 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പും കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുണ്ട്. എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകൾക്കാണ് യെല്ലോ മുന്നറിയിപ്പ് ഉള്ളത്. നിലവിൽ മഴ മുന്നറിയിപ്പ് ഇല്ലാത്ത ജില്ലകളിലും നേരിയ രീതിയിൽ മഴ ലഭിച്ചേക്കാമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. ഒപ്പം തന്നെ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന കാറ്റിനാണ് സാധ്യത. അതോടൊപ്പം തന്നെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കായിരിക്കും സാധ്യതയെന്നും അറിയിക്കുന്നു. അതുകൊണ്ട് പൊതുജനങ്ങൾ അതീവ ജാഗ്രതയോടെ തന്നെ മുന്നോട്ട് പോകണം. ഒപ്പം തീരദേശ മലയോര മേഖലകളിലുള്ളവർക്കും ജാഗ്രതാ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. തീരദേശത്ത് നിലവിൽ ഉയർന്ന തിരമാലയ്ക്കും അതോടൊപ്പം തന്നെ കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ട് എന്നാണ് അറിയിക്കുന്നത്. അതുകൊണ്ട് തീരദേശവാസികൾ അതീവ ജാഗ്രത പാലിക്കണം. പെട്ടെന്ന് ഉണ്ടാകുന്ന ഈ ഉരുൾപൊട്ടൽ പോലുള്ളവ കണക്കിലെടുത്ത് മലയോര മേഖലയിലുള്ളവരും ജാഗ്രത പാലിക്കണമെന്ന് അറിയിക്കുന്നുണ്ട്. നിലവിൽ രാത്രി സഞ്ചാര വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ല. അതോടൊപ്പം തന്നെ മത്സ്യത്തൊഴിലാളികൾക്കും വിലക്ക് നിലവിൽ നൽകിയിട്ടില്ല. എങ്കിൽ കൂടിയും ജാഗ്രതയോടെ തന്നെ മുന്നോട്ട് പോകണം. നിലവിൽ വടക്കൻ മേഖലകളിലാണ് ശക്തമായ രീതിയിൽ മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ വരുന്ന 5 ദിവസം കൂടി ഇത്തരത്തിൽ മഴ ലഭിക്കുമെന്ന മുന്നറിയിപ്പ് നൽകുന്നത്. ഒപ്പം കേരള തീരം മുതൽ ഗുജറാത്ത് തീരം വരെ ഈ ന്യൂനമർദ്ദപാത്തി നിലനിൽക്കുന്നതിന്റെ സ്വാധീന ഫലമായാണ് സംസ്ഥാനത്ത് ഇപ്പോൾ മഴ തുടരുന്നത് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. ശരി, സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇടിമിന്നലോടുകൂടിയ മഴയായിരിക്കും ഉണ്ടാവുക. എന്നാൽ അതേസമയം മത്സ്യബന്ധനത്തിനടക്കം വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ല എന്ന വിവരങ്ങളും ലഭിക്കുന്നുണ്ട്. മാനസയാണ് വിവരങ്ങൾ നൽകിയത്.